ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. 27-ാം ദിവസം യുദ്ധകാണ്ഡത്തിലെ മേഘനാദവധം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. മേഘനാദവധം. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാ മകരാക്ഷനോടന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക നേരം. മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടു മടുത്തുരണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകേലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരൻ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ. നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലം മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ. പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾ കാപത്തു മൊട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു. ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടവൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോഴടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പൊക്കുവാൻ അന്തഃപുരം പുക്കിരുന്നരുളിയിടുക. സന്താപമുണ്ടാകരുതിതു കാരണം. ഇതം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃതാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം പറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ തുടന്നതും
വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർക്കു കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടഥ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയേ കണ്ടു നിന്നിടുവൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചീടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേരിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജംബവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെയങ്ങു ചെന്നീടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ ഇഥമാകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തെങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാനിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ. മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രി താനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സഞ്ജരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ. കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ
ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാദനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലായിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായമത്യദ്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കദയാനിധേ. ലക്ഷ്മണനുമടിയനും കപികുല മുഖ്യ പ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ. യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു. മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ ദളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരീ താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനദനും ധീരൻ പ്രമാധി ശതബലിജാംബവാൻ വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലപ്പൂക്കു നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ. നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറ്റും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചെറ്റ കയറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണീ വില്ലും ശരങ്ങളും കെൽപോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലായാൽ തറമേലേറി നിന്നു ദശാനന പുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതൈവനെന്നി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇഥം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയുമസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു
മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനസ്ഥയാ വേലയെ ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവൻ നിന്നു ജ്ഞാനം ശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം നമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളുകാലല്ലായിലെന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവാൻ ഇഥം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃദ്രാരിജിത്തം ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മുന്നമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ഠാത്മജനന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം ലങ്കയിൽ ചെന്നു തേരും പൂട്ടി വിദ്രുതം വന്നിട്ടു രാവണപുത്രനും ആരുമറിഞ്ഞില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരവരെ പോലെ ഇഥം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയും കഴിഞ്ഞു ദൃശം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതസ്മത്രം കുമാരനും ലാഘവം
ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തുണിയിൽ വന്നു പുക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചേടിനാൻ പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ നേത്രങ്ങളായിരവം വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാൻ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുഞ്ഞാണുലിട്ടു ശംഖം വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുകർന്നീടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലി നിദ്ദശഗ്രീവനും